മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇതാ നമ്മൾ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഈ സ്നേഹ കൂട്ടായ്മയെ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രലോഭനങ്ങളിൽ നമ്മോടൊപ്പം നിന്നുകൊണ്ട് ദൈവം നേർവഴി കാണിക്കുന്നുണ്ട്. വിവേകപൂർവമായി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ലെങ്കിൽ ഓരോ തീപ്പൊരിയും അനേക ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു, 62-ാം അധ്യായം 10-ാം വാക്യം, പണിയുവിൻ, കല്ലുകൾ നീക്കി രാജപാത പണിയുവിൻ, ഒരു അടയാളം ഉയർത്തുവിൻ, ജനതകൾ അറിയട്ടെ. മക്കളെ, രാജപാത പണിയുവാൻ അധ്വാനമാർന്ന കരങ്ങളും നിശ്ചയദാർഢ്യമുള്ള ഹൃദയവും ദൈവം കാണുന്നുണ്ട്. നമുക്കുണ്ടാകുന്ന ഏറ്റവും നിസ്സാരമായ പ്രശ്നങ്ങളിൽ നിന്നും വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോയിട്ടും കാര്യമില്ല. അഭിമുഖീകരിക്കണം, അതിജീവിക്കണം. പ്രശ്നങ്ങളാകുന്ന കല്ലുകൾ നീക്കി രാജപാത പണിയുവാൻ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങണം. ഓരോ പ്രശ്നങ്ങൾ അതിജീവിച്ച് നാം മുന്നേറുമ്പോൾ നമ്മിലെ ആന്തരിക ശക്തി വർദ്ധിക്കുകയാണ്. ആത്മവിശ്വാസം, ധീരത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം തീർന്നു എന്ന് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയ നാളുകൾ ഉണ്ടായിട്ടില്ലേ? മരണത്തെ മുഖാഭിമുഖം കണ്ട സമയങ്ങൾ ഉണ്ടായിട്ടില്ലേ? ദൈവം അടയാളങ്ങളോടെ പ്രവർത്തിച്ചുകൊണ്ടല്ലേ ആ സമയത്തെയും സന്ദർഭങ്ങളെയും അതിജീവിച്ചത്? അപ്രതീക്ഷിതമായി വരുന്ന ജീവിത പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറുക. വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ തല കുനിക്കാതെ ഉയർന്നു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ ദൈവം നല്ലവനാണെന്നും കൃപാനിധിയാണെന്നും ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മ പങ്കെടുക്കുന്ന മക്കളോടുകൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.